Draw how the moon appear from the new moon day to full moon day. Help to shade this picture suitably. അതായത് അനു കറുത്തവാവ് മുതൽ വെളുത്തവാവ് വരെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് എങ്ങനെയെന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ചിത്രങ്ങൾ ശരിയായ ഷെയ്ഡ് ചെയ്ത് പൂർത്തിയാക്കുക. അപ്പൊ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരുന്നത് കറുത്തവാവ് തൊട്ട് വെളുത്തവാവ് വരെ അതിന്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ് എന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പൊ ഇതിൽ ഏതാണ് കറുത്തവാവ് ഏതാണ് വെളുത്തവാവ് എന്ന് നമുക്ക് നോക്കണം അല്ലെ. അപ്പൊ കറുത്തവാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമാവാസിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂ മൂൺ എന്ന് പറയും. അപ്പോൾ വെളുത്തവാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൗർണമിയാണ്, നമ്മൾ ഇംഗ്ലീഷ് ഫുൾ മൂൺ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? കറുത്തവാവ് എന്ന് പറയുന്ന ദിവസം നമുക്ക് ചന്ദ്രന്റെ നീൾഭാഗം അല്ലെങ്കിൽ പ്രകാശം പതിക്കാത്ത ഭാഗമായിരിക്കും ഭൂമിക്ക് അമുഖമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയം മൂണിനെ കാണാനായിട്ട് സാധിക്കില്ല. അതാണ് നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ദിവസം എന്ന് കാണിക്കുന്ന ഈ ഒരു ഡാർക്ക് കളറിലുള്ള നമ്മുടെ മൂൺ ചെയ്യുന്നത്. അതേസമയം ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗമായിരിക്കും ഭൂമിക്ക് അഭിമുഖം വരുന്നത്. അതുകൊണ്ട് മൂണിന് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഫുൾ മൂൺ ഡേ. ഇനി അവിടെ നിന്ന് കറുത്തവാവിൽ നിന്ന് വെളുത്തവാവിലേക്ക് ചേഞ്ച് ആണ് നമുക്ക് അറിയേണ്ടത്. കറുത്തവാവ് എന്ന് പറയുമ്പോൾ ഒട്ടും മൂണിനെ കാണാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. വെളുത്തവാവ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് മൂണിനെ കാണാൻ പറ്റുന്നത് പറഞ്ഞു. അതായത് ചന്ദ്രന്റെ പ്രകാശ ഭാഗം കൂടി വരുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, അമാവാസിയിൽ ഫസ്റ്റ് ഓരോന്നും പൊസിഷൻ 3, 4, 5. ഇതില് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അമാവാസിയായിരുന്നു. സെക്കൻഡ് പൊസിഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മൂണിനെ ഒരു തേങ്ങാപ്പൂൾ പോലെയാണ് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ തേങ്ങാപ്പൂൾ പോലെ ഒരു ഷേപ്പുള്ള വരച്ചത്. ഇനി തേർഡ് പൊസിഷൻ പറയുമ്പോൾ മൂണിനെ നമുക്ക് നേർ പകുതി ആയിട്ടാണ്, അതായത് ഹാഫ് മൂൺ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ മൂണിനെ ഹാഫ് അതിൽ നിന്ന് കുറച്ചും കൂടി വലുപ്പമുള്ളതായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഭാഗം നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്? ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ മൂണിന്റെ സൈസ് പിന്നെയും കുറച്ച് വലുതായതായിട്ട് നമുക്ക് തോന്നും. ഈ രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്ന ദിവസം നമുക്ക് മൂണിനെ മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യാനായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്യുക. ഇവിടെ ഇത് എന്താണ് മക്കളെ? ഫുൾ മൂൺ ഡേ ആണ്, ഇത് ന്യൂ മൂൺ ഡേ ആണ്. അപ്പൊ ഫുൾ മൂണിൽ നിന്നും ന്യൂണിലേക്ക് വരുമ്പോഴും ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് വരുമ്പോഴും അതിന്റെ ആ ഒരു ചിത്രം നിങ്ങളൊന്ന് വരയ്ക്കാനായിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു പിക്ചറും ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ വൃദ്ധിക്ഷയങ്ങൾ അല്ലെങ്കിൽ വാക്സിൻ ആൻഡ് വാണിംഗും പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പിക്ചർ എ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ നോക്കിയാൽ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്കുള്ള ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈറ്റർ റീജിയൻ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയാണ് നമ്മൾ വാക്സിൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? വൃദ്ധി എന്ന് പറയുന്നത്. ഇനി അതേസമയം ഇവിടുത്തെ കേസിൽ എന്താണ്? ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്കാണ് ഇതിന്റെ ചേഞ്ച് ആരോമാർക്ക് കാണാൻ പറ്റുന്നത്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഉണ്ട്, പിന്നെ അതിന്റെ പ്രകാശിത ഭാഗം കുറഞ്ഞ് ന്യൂ മൂണിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഷെയ്ഡ് കുറഞ്ഞു വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാണിംഗ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇതിന്റെ ഗുണങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.